ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ലോകവും അതിലുള്ള മനുഷ്യരും വ്യഗ്രതപ്പെട്ട് ഓടുകയായിരുന്നു. എന്നാൽ ഈ വാനിയോസ് തിരുമേനി ശാന്തമായി മെല്ലെയായി നടക്കുകയായിരുന്നു. ഈ ലോകത്തുള്ളവർ വാചാലരാവുകയായിരുന്നു. പക്ഷേ ഈ വാനിയോസ് തിരുമേനി ധ്യാനിക്കുകയായിരുന്നു. ലോകവും അതിലെ മനുഷ്യരും ആഡംബരത്തിന് പുറകെയാണ്. പക്ഷേ ഈ വാനിയോസ് തിരുമേനി ലളിതമായി ജീവിക്കുകയായിരുന്നു. 1940 ജനിച്ച് 2013 ഏപ്രിൽ മാസം 12 കാലം ചെയ്ത പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്ത കോട്ടയം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായി, പ്രധാന ഇടയനായി, വൈദിക സെമിനാരിയിലെ അധ്യാപകനായി, വൈദിക സംഘത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം സഭയെ ശുശ്രൂഷിച്ചു. മനോഹരമായ പുസ്തകങ്ങൾ രചിച്ചു. ധ്യാനചിന്തകൾ പങ്കുവച്ചു. എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും കുരിശു വരയ്ക്കണം, എപ്പോഴും കുമ്പിട്ട് നമസ്കരിക്കണം, എപ്പോഴും പുസ്തകങ്ങൾ വായിക്കണം. തിരുമേനി നിരന്തരം ഓർമ്മപ്പെടുത്തി. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളൊരു ജീവിതം അദ്ദേഹം നയിച്ചു. ഇന്നും ആ പുണ്യശ്ലോകനായ പിതാവ് താമസിച്ച കോട്ടയം ഞാലിയാകുഴി മാർ ബസേലിയോസ് ദയറായിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക അന്തരീക്ഷം തിരുമേനി ഏകദേശം 30 വർഷത്തിലേറെ കാലം ജീവിച്ച് രൂപപ്പെടുത്തിയതാണ്. 1985 മെയ് മാസം 15 മാവേലിക്കര പുതിയകാവ് സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് എപ്പിസ്കോപ്പായി അദ്ദേഹം നിയോഗിതനായി. അതേ തുടർന്ന് കോട്ടയം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. അന്നു മുതൽ ഭദ്രാസനത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായ അനേകം കർമ്മ പദ്ധതികൾ അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ പാമ്പാടി കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയും പാറേട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് തിരുമേനിയും തെളിയിച്ചു കാണിച്ച പന്ഥാവിൽ കൂടെ തന്നെ നടന്ന് ഓർത്തഡോക്സിയുടെ യഥാർത്ഥ വക്താവായി മലങ്കര സഭയ്ക്ക് മുഴുവൻ സുഗന്ധ ശോഭ പരത്തിത്തന്ന പുണ്യശ്ലോകനായ പിതാവാണ് ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനി. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നവർ ഈ ആധ്യാത്മിക ശോഭ മനസ്സിലാക്കുകയും ആ സുഗന്ധം തങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഓർത്തഡോക്സിയുടെ വക്താക്കളാകുന്നത് നമുക്ക് മുമ്പാകെ ദൃശ്യമാണല്ലോ. മെത്രാപ്പോലിത്താമാരായി, റംബാന്മാരായി, വൈദികരായി, സഭാ ശുശ്രൂഷകരായി തിരുമേനിയോടൊപ്പം ചേർന്ന് നിന്ന അനേകർ മാറുമ്പോൾ അവരൊക്കെയും പോകുന്ന ഇടങ്ങളിൽ തിരുമേനി പകർന്നു തന്ന ആ സന്യാസത്തിന് ഉചിതമായ ഓർത്തഡോക്സിയുടെ നിഷ്ഠാപരമായ കാര്യങ്ങൾക്ക് ഉചിതമായ വിധത്തിലുള്ള ആധ്യാത്മിക ശൈലി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം വാചാലനാവുകയായിരുന്നില്ല, മറിച്ച് ധ്യാനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും യേശുനാമ പ്രാർത്ഥന നിരന്തരം ഉരുവിട്ട് ഒരുവൻ ആധ്യാത്മികമായ തേജസ്സിലേക്ക് വളരേണ്ടുന്നതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. തിരുമേനിക്ക് ചില സംഗതികളോട് കലഹമുണ്ടായിരുന്നു. ആഡംബരത്തിൻ്റെ, ധൂർത്തിൻ്റെ ഭാഗമായി തീരുന്ന പെരുന്നാൾ ആഘോഷങ്ങൾ, ആചരണങ്ങൾ, മഹാസമ്മേളനങ്ങൾ, ഇതിനോടൊന്നും തിരുമേനിക്ക് വലിയ പ്രതിപത്തിയില്ലായിരുന്നു. തിരുമേനി എപ്പോഴും ആഗ്രഹിച്ചത് ഓർത്തഡോക്സി മനുഷ്യൻ്റെ വാക്കുകളിൽ കൂടിയും ചിന്തകളിൽ കൂടിയും പ്രവർത്തനങ്ങളിൽ കൂടിയും അനുദിന ജീവിതത്തിൽ സുവ്യക്തമായി ആവിഷ്കരിക്കപ്പെടണമെന്നായിരുന്നു. അതുകൊണ്ട് വാചാലതയേക്കാൾ ധ്യാനത്തിനും ആഡംബരത്തേക്കാൾ ലളിത ജീവിതത്തിനും പ്രാധാന്യം നൽകി. തിരുമേനി നടക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. മെല്ലെ ചുറ്റുപാടുകളെ കണ്ട് പരിശോധിച്ച് ഹൃദ്യമായി ഓരോ പൂവിനോടും ചെടികളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഇടപെട്ട് പോകുന്ന ഈവാനിയോസ് തിരുമേനി കൃത്യമായ ഒരനുഭവം തന്നെ സമീപിച്ച എല്ലാവർക്കും പകർന്നു കൊടുത്ത് നിശബ്ദമായി ഈ ലോകത്തിൽ നിന്നും
വിടവാങ്ങിയ പുണ്യശ്ലോകനായ പിതാവ്. ഞാലിയാകുഴി ദയറായിലെ ഖബറിടത്തിൽ അദ്ദേഹം ശാന്തമായി കഴിയുകയാണ്. അനേകം മനുഷ്യർ അവിടേക്ക് കടന്നു വന്ന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. ഓർത്തഡോക്സിയുടെ യഥാർത്ഥ സൗരഭം ഇന്നും മനസ്സിലാക്കുന്നു എന്നുള്ളത് നമുക്ക് മുമ്പാകെ ദൃശ്യമാണ്. ആ പുണ്യശ്ലോകനായ പിതാവിൻ്റെ ജീവിതവും മാതൃകയും നമുക്കേവർക്കും തുണയായിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നമുക്കേവർക്കും അഭയമായിരിക്കട്ടെ. ഓർത്തഡോക്സിയുടെ ഇക്കാലത്തെ വക്താക്കളായി നമുക്കേവർക്കും രൂപാന്തരപ്പെടാം. അതിന് നമുക്ക് പരിശ്രമിക്കാം എന്ന് നമുക്ക് ദൈവത്തിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.